ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? നമ്മൾ ആൻഡമാനിലേക്ക് ചെല്ലുക. ആൻഡമാനിലെ സെല്ലുലാർ ജയിലുകളുണ്ട്. ആ സെല്ലുലാർ ജയിലുകളിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പിടിക്കപ്പെട്ട തടവുകാർ, ഇന്ത്യൻ തടവുകാർ പാർപ്പിക്കപ്പെട്ടത്. അങ്ങനെ തടവിലടക്കപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ പേരുകൾ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിന്റെ ചുമരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ കൊത്തിവെക്കപ്പെട്ട പേരുകൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം നാമങ്ങളാണ്. ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഈ നാടുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്ന വിവരമില്ലാത്ത വർഗീയ ഫാസിസ്റ്റുകൾക്ക് സമയമുണ്ടെങ്കിൽ, ഒഴിവുണ്ടെങ്കിൽ വേണമെങ്കിൽ ആൻഡമാനിലേക്ക് ഒരു യാത്ര പോകാവുന്നതാണ്. അവിടുത്തെ സെല്ലുലാർ ജയിലിന്റെ ഭിത്തികൾ അവരോട് പറയും എന്തായിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ രാജ്യമെന്ന്. ഈ രാജ്യത്ത് മറ്റാരും കൊടുത്തിട്ടില്ലാത്തത്ര ചോര ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നൽകിയിട്ടുണ്ട് എന്നതിന് സാക്ഷിയായി ആ സെല്ലുലാർ ജയിലിലെ ഭിത്തികൾ മാത്രം